എല്ലാവർക്കും നമസ്കാരം. പോഷൻ ട്രാക്കറിൻ്റെ ആപ്പ് ഡാറ്റ ക്ലിയർ ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അതായത് പോഷൻ ട്രാക്കറിൻ്റെ പുതിയ അപ്ഡേഷനൊക്കെ വന്നതിന് ശേഷം പോഷൻ ട്രാക്കർ കൃത്യമായിട്ട് വർക്ക് ചെയ്യാണ്ടിരിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഫോമുകൾ കൃത്യമായിട്ട് ലോഡ് ആവാണ്ടിരിക്കുക, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സബ്മിറ്റ് ആവാണ്ടിരിക്കുക, അതുമല്ലെങ്കിൽ ഡാറ്റ മിസ്മാച്ച് കാണിക്കുക, അതായത് ഗുണഭോക്താക്കളുടെ എണ്ണത്തിലോ നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും എണ്ണത്തിലൊക്കെ മിസ്മാച്ച് കാണിക്കുക, അല്ലെങ്കിൽ മാറ്റം കാണിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പോഷൻ ട്രാക്കർ തനിയെ ക്ലോസ് ആവുക, അതല്ലെങ്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസൊക്കെ കാണിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ പോഷൻ ട്രാക്കറിൻ്റെ ആപ്പ് ഡാറ്റ ക്ലിയർ ചെയ്യുന്നത് നല്ലതാണ്. പോഷൻ ട്രാക്കറിൻ്റെ ആപ്പ് ഡാറ്റ ക്ലിയർ ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള വിവരങ്ങളൊന്നും മിസ്സാവത്തില്ല. അപ്പോൾ അതെങ്ങനെയാണ് ആപ്പ് ഡാറ്റ ക്ലിയർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം നിങ്ങൾ ഈ പോഷൻ ട്രാക്കറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യല്ല വേണ്ടത്, ഈ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് കാണും. ചില ഫോണുകളിൽ നമുക്ക് ഈ ഒരു വട്ടത്തിനകത്ത് ഐ എന്നുള്ള ഒരു ചിഹ്നം മാത്രമേ കാണുള്ളൂ. ആപ്പ് ഇൻഫോ അല്ലെങ്കിൽ ഈ ഒരു ചിഹ്നത്തിൽ തൊടുക. അതിനുശേഷം സ്റ്റോറേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാം. ചില ഫോണിൽ വേറെ സ്ഥലത്തായിരിക്കും നമുക്ക് കാണാം, ഈ ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും കാണുക, ചിലതിൽ മുകൾ ഭാഗത്തായിരിക്കും. അപ്പോൾ അത് ഓരോ ഫോണിൻ്റെ മോഡൽ അനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലിയർ ഡാറ്റ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിയർ ഓൾ ഡാറ്റ എന്ന് കാണാം. ക്ലിയർ ഓൾ ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു കൺഫർമേഷൻ കൊടുക്കുക, ഡിലീറ്റ് ഓൾ ഡാറ്റ എന്ന്. അപ്പോൾ ഇതിൽ നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുക. ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ 0 ആയിട്ട് കാണും. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ബാക്ക് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക, വീണ്ടും ബാക്ക് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സാധാരണ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുന്ന അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക, ഡൺ എന്ന് കൊടുക്കുക. ശേഷം നമ്മുടെ ഭാഷ സെലക്ട് ചെയ്യുക, മലയാളം സെലക്ട് ചെയ്യുക, കൺഫേം കൊടുക്കുക. ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ആയിട്ട് വരും. പിന്നീട് നിങ്ങൾ സാധാരണ ലോഗിൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ പോഷൻ ട്രാക്കർ ലോഗിൻ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.